എന്നിട്ട് രാംനാരായൺ ചോദിക്കുകയാണ്, ടെൽ മീ വാട്ട്സ് യുവർ നെയിം? എന്താണ് നിന്റെ പേര്? തരുൺ കപൂർ സർ. തരുൺ റിപ്ലൈ ചെയ്തു, എൻ്റെ പേര് തരുൺ കപൂർ എന്നാണ്. തരുൺ, I'll meet you here after 5 days to give you your participation card. തരുൺ, 5 ദിവസങ്ങൾക്ക് ശേഷം ഞാൻ നിന്നെ കാണാം. അന്ന് ഞാൻ നിനക്ക് പാർട്ടിസിപ്പേഷൻ കാർഡ് തരാം. നിനക്ക് പങ്കെടുക്കാനുള്ള എൻട്രി കാർഡ് അന്ന് ഞാൻ തരാം. ഓൾ ദി ബെസ്റ്റ്. നിനക്ക് എല്ലാ ആശംസകളും നേരുന്നു. സെഡ് രാംനാരായൺ ആൻഡ് ലെഫ്റ്റ്. ഇത്രയും പറഞ്ഞ് രാംനാരായൺ തിരിച്ചുപോയി. ഓൺ ദ വേ ഹോം, തരുൺ തോട്ട് ദാറ്റ് ഇഫ് ഹിസ് ഫാദർ ഹാഡ് നോട്ട് സ്കോൾഡഡ് ഹിം he wouldn't have got this opportunity. ഇപ്പം എന്താണ് തരുൺ ചിന്തിക്കുന്നത്? ഇങ്ങനെ പരീക്ഷയ്ക്ക് ഫെയിൽ ആയിട്ടില്ലായിരുന്നെങ്കിൽ അച്ഛൻ ചീത്ത പറയില്ലായിരുന്നു. അച്ഛൻ ചീത്ത പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ എന്താണ്, പാർക്കിനകത്ത് ഓടാൻ വരില്ലായിരുന്നു. അപ്പം രാംനാരായണനെ കണ്ടുമുട്ടില്ലായിരുന്നു. ഇങ്ങനെയുള്ളൊരു ഓപ്പർച്യൂണിറ്റി അവസരം കിട്ടുമോ? ഒരിക്കലും കിട്ടില്ല. അപ്പം അതെല്ലാം തരുൺ ഈസ് ഓൾവേസ് പോസിറ്റീവ്. അപ്പം നമ്മളും ജീവിതത്തിൽ എങ്ങനെയായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. ദ നെക്സ്റ്റ് ഡേ ബ്രോട്ട് എ ന്യൂ റേ ഓഫ് ഹോപ്പ്. തരുണിനെ സംബന്ധിച്ച് അടുത്ത ദിവസം എങ്ങനെയുണ്ടായത്? പ്രതീക്ഷകളോടെയുള്ളൊരു പുലരിയായിരുന്നു നെക്സ്റ്റ് ഡേ. തരുൺ ഗോട്ട് അപ്പ് ഏർലി. തരുൺ വളരെ നേരത്തെ എഴുന്നേറ്റു. ഹാഡ് മിൽക്ക്, പാലൊക്കെ കുടിച്ചു. ആൻഡ് ബിഫോർ ഹിസ് മദർ കുഡ് ഫിനിഷ് ഹെർ ക്വയറി ഓൺ വാട്ട് ഹി വാസ് അപ് ടു. നമ്മൾ രാവിലെ എങ്ങോട്ടെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ അമ്മമാർ ചോദിക്കും, എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിക്കും, ഇല്ലേ? അപ്പം ആ ചോദ്യങ്ങൾക്കും അന്വേഷണങ്ങൾക്കൊന്നും നിൽക്കാതെ തന്നെ തരുൺ എന്ത് ചെയ്തു? He ran out and went to the Nehru Stadium to check the details of the race. അവൻ പുറത്തേക്ക് ഓടി നെഹ്റു സ്റ്റേഡിയത്തിലെത്തി. എന്തിന്? അവൻ്റെ റേസിൻ്റെ, ചിൽഡ്രൻസ് ഡേയിൽ വരാൻ പോകുന്ന റേസിൻ്റെ ഡീറ്റെയിൽസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. ഹി വാസ് വെരി ഹാപ്പി ഇൻഡീഡ്. സത്യത്തിൽ അവൻ എങ്ങനെയായിരുന്നു? വളരെ സന്തോഷവാനായിരുന്നു. തരുൺ സ്റ്റാർട്ടഡ് പ്രാക്ടീസിങ് സീരിയസ്ലി. അവൻ വളരെ ഉത്സാഹത്തോടെ പ്രാക്ടീസ് ചെയ്തു തുടങ്ങി. എവറി ഡേ he would get up at 4 in the morning and ran up to 10 miles. എല്ലാ ദിവസവും അവൻ രാവിലെ 4 മണിക്ക് എഴുന്നേക്കും. എന്നിട്ട് 10 മൈൽസോളം അവൻ എന്നും ഓടും. 10 മൈൽസ് എന്ന് പറഞ്ഞാൽ 15 കിലോമീറ്റേഴ്സിനേക്കാളും കൂടുതൽ അവൻ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് ഓടുന്നുണ്ട്. പിന്നെയോ, ഇൻ ദ ഈവനിങ്സ് he would time himself according to the 1000 meter distance prescribed by the competition. ഈവനിങ്ങിൽ 1000 മീറ്റേഴ്സ് റേസ് ആണുള്ളത്. അപ്പം അവൻ സ്വയം സമയമൊക്കെ ക്രമപ്പെടുത്തി 1000 മീറ്റേഴ്സ് ആക്കി ഓടി പ്രാക്ടീസ് ചെയ്യും. ഹി വാണ്ടഡ് എവറിത്തിങ് ടു ബി പെർഫെക്റ്റ്. അവനെല്ലാം നല്ല രീതിയിലാവണമായിരുന്നു. ഇറ്റ് വാസ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഹിസ് ലൈഫ് ദാറ്റ് ഹി വാസ് ഡിമാൻഡിങ് സച്ച് പെർഫെക്ഷൻ ഇൻ തിങ്സ് ഹി ഡിഡ് ഹി തോട്ട്. അവൻ തന്നെ സ്വയം ചിന്തിക്കുകയാണ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണല്ലോ ഇത്രയും പെർഫെക്ഷനൊക്കെ ആവശ്യപ്പെടുന്നത് എന്ന്. ഹി ഓൾസോ വാണ്ടഡ് സമ്മൺ ടു ബാക്ക് ഹിം അപ്പ്, സോ ഹി ടോൾഡ് എവറിത്തിങ് ടു ഹിസ് മദർ. കുട്ടികളായിരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു സപ്പോർട്ട് വേണം. അപ്പം അവൻ്റെ സപ്പോർട്ട് ആരായിരുന്നു? അവൻ്റെ അമ്മയായിരുന്നു. അതുകൊണ്ട് അവനെല്ലാം അമ്മയോട് പറയുമായിരുന്നു. തരുൺ പ്രാക്ടീസ്ഡ് വിഗറസ്ലി ഫോർ 5 days and then promptly met രാംനാരായൺ ടു കളക്ട് ഹിസ് പാർട്ടിസിപ്പേഷൻ കാർഡ്. തരുൺ 5 ദിവസം നന്നായി പ്രാക്ടീസ് ചെയ്തു. എന്നിട്ട് രാംനാരായണനെ പോയി കണ്ടു, പാർട്ടിസിപ്പേഷൻ കാർഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. He gazed at the piece of paper on which his name had been printed boldly. നമ്മളൊക്കെ യൂത്ത് ഫെസ്റ്റിവലിനും സ്പോർട്സിനൊക്കെ സ്കൂളിൽ പങ്കെടുക്കുമ്പോൾ നമുക്കും കിട്ടും ഒരു പാർട്ടിസിപ്പേഷൻ കാർഡ്, നമ്പറൊക്കെ എഴുതിയിട്ടല്ലേ. അപ്പോൾ നമുക്ക് സന്തോഷമാവാറില്ലേ? പക്ഷേ തരുണിൻ്റെ ജീവിതത്തിൽ തരുൺ ആദ്യമായിട്ടാണ് ഒരു റേസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവന് കിട്ടിയ പാർട്ടിസിപ്പേഷൻ കാർഡിൽ അവൻ്റെ പേരൊക്കെ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുള്ള കടലാസിലോട്ട് അവൻ ഇങ്ങനെ വിശ്വാസം വരാതെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റ് മെന്റ് സോ മച്ച് ടു ഹിം. അതവന് ഒരുപാട് വിലപ്പെട്ടതായിരുന്നു. However hard, I must win this race, thought he. അവൻ ചിന്തിക്കുകയാണ്, എത്ര കഷ്ടപ്പെട്ടാലും വേണ്ടില്ല, എനിക്ക് ഈ റേസ് ജയിച്ചേ മതിയാവും. He wanted to show his father that he was not really the black sheep of the family and that he could be good at something at least. എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ ചിന്തിച്ചത്? അവൻ്റെ അച്ഛന് കാണിച്ചു കൊടുക്കണമായിരുന്നു, അവൻ്റെ കുടുംബത്തിലെ ബ്ലാക്ക് ഷീപ്പ് അല്ല, അവർക്കെല്ലാം അപമാനം മാത്രം കൊടുക്കുന്ന ഒരു കുട്ടിയല്ല തരുൺ, മറിച്ച് അവൻ ഏതെങ്കിലും ചില കാര്യങ്ങളിലെങ്കിലും മികച്ചു നിൽക്കുന്ന ഒരു കുട്ടിയാണെന്ന് അവൻ്റെ അച്ഛനെ കാണിച്ചു കൊടുക്കണമായിരുന്നു. ഇറ്റ് വാസ് 14th November. അങ്ങനെ അവൻ കാത്തിരിക്കുന്ന ദിവസം വന്നെത്തി. 14th November ആയി. Bowing low for the blessings of his mother, Tarun
pedaled away to the stadium. അവൻ്റെ അമ്മയുടെ ബ്ലെസ്സിങ്സ്, അനുഗ്രഹങ്ങളൊക്കെ വാങ്ങി അവൻ നെഹ്റു സ്റ്റേഡിയത്തിലോട്ട് സൈക്കിൾ ചവിട്ടിപ്പോയി. അതുകൊണ്ടാണ് പെഡൽഡ് അവേ എന്ന് പറയുന്നത്. There was a huge crowd waiting to go inside. അവിടെ ചെന്നപ്പോൾ എന്താണ്, ഒരു ഹ്യൂജ് ക്രൗഡായിരുന്നു, വലിയൊരു ജനക്കൂട്ടം തന്നെ അവിടെ അകത്തോട്ട് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. തരുൺ entered the office where a signboard read participants only with his heart beating faster every second. തരുൺ ആ ഓഫീസിലോട്ട് ചെന്നപ്പോൾ അവിടെ എന്താണ്, ഒരു സൈൻ ബോർഡ് ഉണ്ടായിരുന്നു, അതിനകത്ത് പാർട്ടിസിപ്പൻസ് ഓൺലി എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് കണ്ടപ്പോൾ അവൻ്റെ ഹാർട്ട് ഇങ്ങനെ, ഹൃദയം ഇങ്ങനെ ഫാസ്റ്ററായി മിടിക്കാൻ തുടങ്ങി. ഇൻസൈഡ് there were about 50 participants waiting for the race to begin. അപ്പം അതിനകത്ത് പ്രവേശിച്ചപ്പോൾ എന്താണ്, ഏകദേശം 50-നടുത്ത് പാർട്ടിസിപ്പൻസ് അവിടെ മത്സരിക്കാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. He felt someone patting him on the shoulders. അവന് അവൻ്റെ ഷോൾഡേഴ്സിൽ ആരോ പാറ്റ് ചെയ്യുന്ന പോലെ, തട്ടുന്ന പോലെ തോന്നി. ഹലോ തരുൺ. ഇറ്റ് വാസ് റാം നാരായൺ. അതാരായിരുന്നു? റാം നാരായണനായിരുന്നു. ഓൾ ദി ബെസ്റ്റ്, ഹി സെഡ് അഫെക്ഷനേറ്റ്ലി. റാം നാരായൺ വളരെ വാത്സല്യത്തോടെ അവന് ആശംസകളൊക്കെ നേർന്നു. തരുൺ സ്മൈൽഡ് അറ്റ് ഹിം ബട്ട് ഹി ഡിഡ് നോട്ട് സേ എ വേർഡ്. ഫിയർ ഹാഡ് ഗ്രിപ്പ്ഡ് ഹിം ഫ്രം ഹെഡ് ടു ഫുട്ട്. തരുൺ വളരെ പുഞ്ചിരിയോടെ അദ്ദേഹത്തെ നോക്കി, പക്ഷെ അവനൊരു വേർഡ് പോലും അദ്ദേഹത്തോട് തിരിച്ചു പറയാൻ പറ്റിയില്ല. കാരണം എന്താണ്, ഹെഡ് ടു ഫുട്ട്, തല മുതൽ പാദം വരെ അവൻ്റെ ഉള്ളിൽ ഫിയർ ആയിരുന്നു. ജയിക്കോ തോൽക്കോ, ജയിച്ചു കഴിഞ്ഞാലല്ലേ പരിശീലനത്തിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. അപ്പം അവൻ്റെ ഉള്ളിൽ പേടിയായിരുന്നു അതിനെക്കുറിച്ച്. ഓൾ ദി പാർട്ടിസിപ്പൻസ് ലൈൻഡ് അപ്പ്. എല്ലാ പാർട്ടിസിപ്പൻസും വരിയായി നിന്നു. എവ്രി ഫേസ് ഗ്ലിറ്റേർഡ് വിത്ത് ദ ഹോപ്പ് ഓഫ് വിന്നിംഗ് ദ റേസ്. എല്ലാവരുടെ മുഖത്തും എന്തായിരുന്നു, ഈ ഓട്ട മത്സരത്തിൽ വിജയിക്കും എന്നുള്ള പ്രതീക്ഷയായിരുന്നു. ഈച്ച് വൺ ഓഫ് ദം ഹാഡ് ഹിസ് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ഇൻ ദ സ്റ്റാൻഡ്സ് ടു ചിയർ ഫോർ ഹിം. എല്ലാ പാർട്ടിസിപ്പൻസിനും അവരുടെ ഫാമിലിയും ഫ്രണ്ട്സും എല്ലാവരും അവരെ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു നിന്നിട്ടുണ്ടായിരുന്നു. ടു ഹിസ് അമേസ്മെന്റ് തരുൺ കോട്ട് സൈറ്റ് ഓഫ് ഹിസ് മദർ ഇൻ ദ സ്റ്റാൻഡ്സ്. അവനിങ്ങനെ നോക്കുമ്പോൾ എന്താണ്, അവൻ അവൻ്റെ അമ്മയും കണ്ടു അതിനകത്തിരിക്കുന്നത്. അപ്പം അവന് ഭയങ്കര സന്തോഷം തോന്നി, ആശ്വാസമായി. ദ ഫിയർ ഇൻ ഹിസ് ഐ ഗേവ് വേ ടു കോൺഫിഡൻസ്. അപ്പം അമ്മയൊക്കെ കണ്ടു കഴിഞ്ഞപ്പം അവൻ്റെ കണ്ണുകളിലെ പേടി കുറച്ചൊക്കെ കുറഞ്ഞു. അത് എന്തായിട്ട് മാറി, കോൺഫിഡൻസ് ആയിട്ട് മാറി, ആത്മവിശ്വാസമായിട്ട് മാറി. ദ വിസിൽ ബ്ലൂ ആൻഡ് ഓൾ ദ പാർട്ടിസിപ്പൻസ് സ്റ്റാർട്ടഡ് ഓഫ് വിത്ത് ഓൾ ദിയർ മൈറ്റ്. വിസിൽ അടിച്ചു, എല്ലാ പാർട്ടിസിപ്പൻസും പൂർവാധികം ശക്തിയോടെ ഓടാൻ തുടങ്ങി. They were all determined to be the winner of the race. അവരെല്ലാവരും ഈ റേസിൽ വിജയിക്കണമെന്നുള്ള നിശ്ചയദാർഢ്യത്തോടെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. In the lead was the fastest of them all, തരുൺ. അതിൽ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരായിരുന്നു? തരുണായിരുന്നു. Seeing himself ahead of everybody, തരുൺ felt very proud of himself. അപ്പം എല്ലാവരിലും മുമ്പിൽ അവനെ തന്നെ കണ്ടപ്പം അവന് അഭിമാനം തോന്നി. On the track there was a shallow path. As he was running fast, Tarun did not notice that and he slipped. ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് പറ്റി? അതിൻ്റെ ഇടയിൽ ഒരു ഷാലോ പാത്ത് ഉണ്ടായിരുന്നു, കുറച്ചിങ്ങനെ ചെരിഞ്ഞൊരു പാത്ത് ഉണ്ടായിരുന്നു. തരുൺ ഡിഡ് നോട്ട് നോട്ടീസ് ദാറ്റ് ആൻഡ് ഹി സ്ലിപ്പ്ഡ്. തരുൺ അത് നോട്ടീസ് ചെയ്തില്ല, വഴുതി വീണുപോയി അവിടെ. ബ്രീത്തിങ് ഫാസ്റ്റ് ഹി സോ ദ അതർ കിഡ്സ് ഗോയിങ് പാസ് ഹിം. അവനിങ്ങനെ ശ്വാസം എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ്, എല്ലാവരും അവൻ്റെ മുന്നിൽ ഓടുന്നത് കാണാണ്. ഹി കുഡ് നോട്ട് ബി എ ലോസർ ടുഡേ ആൻഡ് സോ വിതൗട്ട് വേസ്റ്റിംഗ് എ സെക്കൻഡ് ഹി ഗോട്ട് അപ്പ് ടു റൺ വൺസ് മോർ. അപ്പം അവനിന്ന് ആ റേസിൽ വിജയിക്കണ്ടേ, അതുകൊണ്ട് തന്നെ അവൻ ഒരു സെക്കൻഡ് പോലും വേസ്റ്റ് ചെയ്തില്ല. അവൻ എഴുന്നേറ്റു, വീണ്ടും ഓടാൻ തുടങ്ങി. ബീയിങ് ക്വിക്ക്, തരുൺ ഓവർടുക്ക് എ ഫ്യൂ കിഡ്സ് അഹെഡ് ഓഫ് ഹിം. അവൻ വളരെ വേഗത്തിൽ ഓടി കുറേ പേരെയൊക്കെ അവൻ്റെ പുറകിലാക്കി. ബട്ട് ആസ് ഫേറ്റ് ഹാഡ് ഇറ്റ്, ഹി സ്ലിപ്ഡ് വൺസ് അഗെയിൻ. പക്ഷെ വിധി അവനെതിരായിരുന്നു. എന്ത് സംഭവിച്ചു? അവൻ വീണ്ടും വീണു. വാട്ട് വാസ് ഹാപ്പനിങ് ടു ഹിം? ഹി കുഡ് നോട്ട് ബെയർ ഇറ്റ്. എന്താണ് അവൻ സംഭവിക്കുന്നതെന്ന് അവന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഹി ലുക്ക്ഡ് ഇൻ ടു ദ ക്രൗഡ് ആൻഡ് സോ ഹിസ് മദർ. അവൻ ആ ജനക്കൂട്ടത്തിനെ നോക്കി, അവിടെ അവൻ്റെ അമ്മ ഇരിക്കുന്നുണ്ടായിരുന്നു, അമ്മയെ കണ്ടു. ഷി വാസ് സേയിങ് സംതിങ് ടു ഹിം. അമ്മ അവനോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്താണ് പറയുന്നത്? ഗെറ്റപ്പ് സൺ, ഗെറ്റപ്പ് ആൻഡ് റൺ. വേഗം എഴുന്നേൽക്കും മോനെ, എഴുന്നേറ്റോട്. അമ്മ അവനെ ചെയറപ്പ് ചെയ്യാണ്. തരുൺ ഗോട്ട് അപ്പ് വൺസ് അഗെയിൻ. തരുൺ ഒരിക്കൽ കൂടി എഴുന്നേറ്റു. ഹി വാസ് എമംഗ് ദ ലാസ്റ്റ് ഫ്യൂ. അപ്പത്തേനും അവൻ ലാസ്റ്റ് ആവാറായിരുന്നു.
ബട്ട് ഹി ഡിഡ് നോട്ട് ഗിവ് അപ്പ്. പക്ഷെ അവൻ അവന്റെ ശ്രമം ഉപേക്ഷിച്ചില്ല. വൺസ് മോർ ഹി ഓവർടുക്ക് സം ചിൽഡ്രൻ. അവൻ വീണ്ടും കുറെ പേരെ കൂടി പുറകിലാക്കി. സിൻസ് ഹി വാസ് ഫ്രെറ്റിംഗ് എ ലിറ്റിൽ ടു മച്ച്, ഹി ഫെൽ എ തേർഡ് ടൈം. അവന് ഉള്ളിൽ ടെൻഷൻ ഉണ്ടായിരുന്നതുകൊണ്ട് എന്ത് സംഭവിച്ചു? മൂന്നാമത്തെ പ്രാവശ്യവും അവൻ വീണു. Tears were rolling down his cheeks. മൂന്നാമത്തെ പ്രാവശ്യം വീണപ്പോൾ അവന് കരച്ചിൽ വന്നു. How will he get into Ram Narayan's training now? ഇനിയിപ്പോൾ അവൻ എങ്ങനെയാണ് രാം നാരായണന്റെ ട്രെയിനിങ്ങിന് കിട്ടുക? How will he prove to his parents that he was talented? എങ്ങനെയാണ് അവൻ അവൻ്റെ പേരൻസിനെ അവനും ഏതൊക്കെയോ രീതിയിൽ കഴിവുള്ളവനാണെന്ന് തെളിയിച്ചു കൊടുക്കാൻ പറ്റുക? He was the last kid on the track now. ഇപ്പം അവൻ എണീറ്റ് നോക്കുമ്പോൾ എന്താണ്? എല്ലാവരും അവനേക്കാളും കുറേ മുന്നിലോട്ട് പോയിട്ടുണ്ട്. അവനാണ് ആ ട്രാക്കിലെ ഏറ്റവും പുറകിലെ കുട്ടി. He turned his eyes towards the stands. അവൻ ആ ഓഡിയൻസിന്റെ ഭാഗത്തോട്ട് നോക്കി. Then he heard Ram Narayan screaming from somewhere. അവൻ എന്ത് കേട്ടു? രാം നാരായൺ എവിടുന്നോ ഉറക്കെ വിളിച്ചു പറയാണ്, "Come on തരുൺ, run! എഴുന്നേൽക്ക്, എഴുന്നേൽക്ക്, ഓട്!" അവനെ ബൂസ്റ്റപ്പ് ചെയ്യാണ് രാം നാരായൺ. And so he got up a third time. അങ്ങനെ അവൻ വീണ്ടും അവിടെ നിന്ന് എഴുന്നേറ്റു. This 12-year-old determined boy who was last on the track got up and ran with all the strength he had. 12 വയസ്സുകാരനായ നിശ്ചയദാർഢ്യമുള്ള ഈ കുട്ടി ട്രാക്കിൽ നിന്ന് എഴുന്നേറ്റു. അവനാണ് ഏറ്റവും ലാസ്റ്റ് എങ്കിലും അവൻ അവിടെ നിന്ന് എണീറ്റ് അവൻ്റെ എല്ലാ ശക്തിയും എടുത്ത് ഓടാൻ തുടങ്ങി. The crowd was cheering for Pavan, the boy who had won the race. ജനങ്ങളെല്ലാം ആ സമയത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നത് ആരെയായിരുന്നു? പവൻ എന്ന് പറയുന്ന കുട്ടിയായിരുന്നു. പവൻ എന്ന് പറയുന്ന കുട്ടിയാണ് മുന്നിലുണ്ടായിരുന്നത്. അവനാണ് ആ റേസിൽ വിജയിച്ചത്. But to Tarun's surprise, there was a louder applause when he crossed the finishing line last. പക്ഷേ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തരുൺ ആ ഫിനിഷിംഗ് ലൈൻ ക്രോസ് ചെയ്തപ്പം അവനായിരുന്നു ഏറ്റവും കൂടുതൽ അപ്ലോസ്, കയ്യടികൾ കിട്ടിയത്. The audience cheered for his determination and his valor for never giving up. എന്തുകൊണ്ടാണ് അവനെ എല്ലാവരും അഭിനന്ദിച്ചത്? അവൻ ആ റേസിൽ വിജയിച്ചതുകൊണ്ടല്ല, മറിച്ച് ഒരിക്കലും അവന്റെ ശ്രമം ഉപേക്ഷിക്കാതെ മുന്നോട്ട് പോവാൻ കാണിച്ച ശൗര്യത്തിനും വീര്യത്തിനുമാണ് കയ്യടി കിട്ടിയത്. He bowed his head with shame and said to Ram Narayan, "I'm sorry sir, I lost." തരുൺ നാണക്കേടുകൊണ്ട് തല കുനിച്ചിട്ട് രാം നാരായണനോട് പറയാണ്, "സോറി സർ, എന്നോട് ക്ഷമിക്കണം. ഐ ലോസ്റ്റ്, ഞാൻ നഷ്ടപ്പെടുത്തി." "നോ സൺ, ടു മീ യു ഹാവ് വൺ ദ ടഫസ്റ്റ് റേസ്, ദ റേസ് ഓഫ് യുവർ ലൈഫ്." രാം നാരായണൻ അപ്പം എന്താ പറയുന്നത്? "നോ സൺ, ഒരിക്കലും അല്ല. യു ഹാവ് വൺ ദ ടഫസ്റ്റ് റേസ്. നീ നിന്റെ ജീവിതത്തിലെ ദ റേസ് ഓഫ് യുവർ ലൈഫ്, നിന്റെ ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ റേസ് നീ വിജയിച്ചു." അവൻ്റെ എത്രയോ കഷ്ടപ്പെട്ട് ആണ് ജീവിച്ചുകൊണ്ടിരുന്നത്. "യു ഗോട്ട് അപ്പ് ആൻഡ് സ്റ്റാർട്ടഡ് അഫ്രഷ് ഈച്ച് ടൈം യു ഫെൽ." നീ വീണുപോയ ഓരോ സമയത്തും ഫ്രഷ് ആയിട്ട് വീണ്ടും എഴുന്നേറ്റ് വീണ്ടും ഓടി. "യു ആർ എ റിയൽ ലൈഫ് ഹീറോ." നീയാണ് യഥാർത്ഥ ലൈഫിലെ നായകൻ. "യുവർ ട്രെയിനിങ് സ്റ്റാർട്ട്സ് ടുമോറോ." നിന്റെ പരിശീലനം നാളെ തുടങ്ങാണ്. തരുൺ കുഡ് നോട്ട് ബിലീവ് ഹിസ് ഇയേഴ്സ്. തരുണിന് തരുണിന്റെ കാതുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. Tears filled his eyes again. വീണ്ടും അവന് കരച്ചിൽ വന്നു. ഈ കരച്ചിൽ പക്ഷെ എന്തുകൊണ്ടായിരുന്നു? സന്തോഷം കൊണ്ടുള്ള കരച്ചിലായിരുന്നു. He smiled at his mother who hugged him and said, "You are the best son in the world." തരുൺ ഒരു പുഞ്ചിരിയോടെ അമ്മയെ നോക്കി. അപ്പം അമ്മ അവനെ ഹഗ് ചെയ്ത് കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയാണ് എന്ത്? "You are the best son in the world." നീയാണ് ലോകത്തിലെ ഏറ്റവും മികച്ച സൺ. ഇതിനേക്കാളും അപ്പുറത്തൊരു കുട്ടിക്ക് എന്താണ് കിട്ടാനുള്ളത്? അപ്പം നമ്മുടെ സ്റ്റോറി ഇവിടെ അവസാനിച്ചു. ഇതിൽ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? നമ്മളൊക്കെ തരുണിനെ പോലത്തെ കുട്ടികളാണ് അല്ലേ? നമ്മുടെ ജീവിതത്തിലും അപ്സ് ഉണ്ടാവും, ഡൗൺസ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. എല്ലാ കുട്ടികളും ഒരേ മേഖലയിൽ തന്നെ കഴിവുള്ളവരായിരിക്കില്ല. വ്യത്യസ്ത മേഖലയിൽ വ്യത്യസ്ത രീതികളിൽ കഴിവുള്ളവരായിരിക്കും. നമുക്ക് ഏത് മേഖലയാണോ ഇഷ്ടം ആ ഇഷ്ടത്തെ നമ്മൾ കൂടെ കൊണ്ട് നടക്കുക. നമ്മുടെ ജീവിതത്തിലെ ഇഷ്ടങ്ങളൊക്കെ നേടിയെടുത്ത് ജീവിതം നന്നായി ആസ്വദിക്കുക. ഓൾ ദി ബെസ്റ്റ്.